أعوذ بالله من الشيطان الرجيم. باء كسرى بي سين سكون بس ميم كسرى مي باسمي اسم الجلالة الله بسم الله. حمزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في الراء المفتوحة مفخمة الراء حاء سكون الرح ميم فتحة ألف مطبي حركتان ما الرحمن نون كسراني الرحمن بسم الله الرحمن. حمزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في الراء المفتوحة الراء حاء كسرى ياء مد عارض للسكون جائز 2 أو 4 أو 6 حركات ميم ساكنة عند الوقف. الرحيم بسم الله الرحمن الرحيم. ഇതിലിപ്പോൾ ഒരുപാട് ഹുക്മുകൾ പറഞ്ഞു. അൽ എന്ന അലിഫിനെ കുറിച്ച് പറഞ്ഞു, ഹംസയെ കുറിച്ച്. ലാം എന്തുകൊണ്ടാണ് അവിടെ ചേർത്ത് വായിക്കുമ്പോൾ നഷ്ടപ്പെട്ടത്, മെർജ് ചെയ്തത് എന്ന് പറഞ്ഞു. റഹ്മാനി എന്ന അലിഫിന്റെ ദൈർഘ്യം എന്തേ രണ്ടായത് എന്നത് വിശദീകരിച്ചു. റഹീം എന്നതിന്റെ യാ എന്താണ് 2 to 6 ആയത് എന്ന് വിശദീകരിച്ചു. ഇങ്ങനെ ഒരു കുട്ടി പഠിച്ചാൽ അവന്റെ പാരായണം അവൻ ആസ്വദിക്കും, അതോടൊപ്പം മറ്റുള്ളവർ അതിന്റെ ഗുണഭോക്താക്കളായിരിക്കും. എല്ലാവർക്കും അതിന്റെ ശ്രവണ ആസ്വാദനം ലഭിക്കും. അലിഫ് ഹംസ കസ്റ ഇ ദാൽ ഫത്ഹ അലിഫ് മത്ബി ഹറകതാൻ ദാ ഇദാ. അപ്പോൾ ഇദാ എന്നത് രണ്ടേ പാടുള്ളൂ. ഇദാ ജാ എന്ന് പറ്റില്ല. ജാ 5 ദീർഘം വേണം. ജീം ഫത്ഹ അലിഫ് മദ് മുത്തസിൽ വാജിബ് 4 ഔ 5 ഹറകാത്ത്. കാരണം ഹംസ ഫത്ഹ തൊട്ട് ശേഷം ഹംസ വന്നു. ലെങ്തൻ ലെറ്ററിന് ശേഷം അതേ പദത്തിൽ ഹംസ വന്നാൽ ആ ലെങ്തൻ ലെറ്റർ 4 or 5 ടൈംസ് ദീർഘം കൊടുക്കണം. ജാ ഇദാ ജാ മദ് അഥവാ ദീർഘം, ഹുന്ന അഥവാ രാഗ ഈണം മണിക്കൽ. ഈ 2 സന്ദർഭങ്ങളിലാണ് നിങ്ങൾക്ക് ഇവിടെയുള്ള അറബികളുടെ പാരായണം കേൾക്കുമ്പോൾ തന്നെ വേരിയേഷൻ അതേപോലെ മോഡുലേഷൻ ഒക്കെ വരുന്നത് ഈ 2 സന്ദർഭങ്ങളിലാണ്. അത് രണ്ടും വളരെ പ്രധാനമാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس ورأيت. حمزة وصل تسقط وصلا نبدأ بها لام شمسية مدغمة في النون المفتوحة بغن حركتين ألف مطبي حركتان سين فتحة سا الناس ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാകുമ്പോൾ ഖുർആൻ ആസ്വദിക്കാൻ കഴിയും.